മഹാനായ അംർ ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു പറയുക, തഅല്ലമു, നിങ്ങൾ മനസ്സിലാക്കണം, അന്നഹു മാമിൻ ഖുതുവത്തിൻ ബഅദൽ ഫരീള, ചെയ്തതിന് ശേഷം, നിർബന്ധമായ കർമ്മങ്ങൾക്ക് ശേഷം ഏറ്റവും വലിയ പ്രതിഫലം കൊടുക്കുന്നത് കുടുംബബന്ധം ചേർക്കുന്നതായി, കുടുംബബന്ധം ചേർക്കുന്നതിനായി ഒരാൾ എടുത്തു വെക്കുന്ന ഓരോ ചവിട്ടടിയും അതിന് വലിയ പ്രതിഫലമുണ്ട്. ഫർള് കഴിഞ്ഞാൽ പിന്നെ അല്ലാഹു തആല നൽകുന്ന ഏറ്റവും വലിയ പ്രതിഫലം കുടുംബബന്ധം ചേർക്കാൻ വേണ്ടി നമ്മൾ എടുത്തു വെക്കുന്ന ഓരോ ചവിട്ടടിയും. കുടുംബബന്ധം അത് വലിയ മഹത്വമുള്ള ഒരു വിഷയമാണ്. ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന ഒരു വിശ്വാസിയുടെ വിശ്വാസത്തിന്റെ അടയാളമായി പരിഗണിക്കപ്പെട്ട കാര്യമാണ് കുടുംബബന്ധം എന്നുള്ളത്. അതൊരു ആരാധനയാണ്, കുടുംബബന്ധം ചേർക്കൽ. ഇന്നത്തെ കാലത്ത് കുടുംബബന്ധങ്ങളൊക്കെ ഓൺലൈനിലൂടെയായി. അയൽവാസി ബന്ധങ്ങൾ, സുഹൃത്ത് ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ എല്ലാം ഓൺലൈനിലേക്ക് മാറി. തന്റെ അയൽവാസി ആരാണ്, കുടുംബമാരാണ്, ഒരു ബസ്സിലോ ട്രെയിനിലോ യാത്ര ചെയ്യുമ്പോൾ അടുത്തിരിക്കുന്നവനെ പോലും കാണാനോ അവനെ പരിചയപ്പെടാനോ, അടുത്തിരിക്കുന്ന സ്വന്തം മാതാപിതാക്കളാണോ കൂടപ്പിറപ്പാണോ അയൽവാസിയാണോ എന്നുപോലും തിരിച്ചറിയാൻ കഴിയാതെ എല്ലാം ഓൺലൈനിലേക്ക് മാറിപ്പോയി. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കുടുംബബന്ധം പുലർത്തൽ വലിയ പ്രതിഫലമുള്ള വിഷയമാണ്. ഇന്ന് നമുക്ക് കൈമോശം വന്നുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. കുടുംബബന്ധം പുലർത്തുന്നതിന് അല്ലാഹുവിന്റെ പ്രീതി, അവന്റെ പൊരുത്തം ലഭിക്കുന്നതാണ്. മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഏർപ്പാടുകളിൽ വലിയ ബറക്കത്തുണ്ടാവാനും നമ്മുടെ ആയുസ് വർദ്ധിക്കാനും കാരണം കുടുംബബന്ധം പുലർത്തലാണെന്ന് വിശുദ്ധ ഖുർആനും ഹദീസും പഠിപ്പിച്ചിട്ടുണ്ട്. ദീർഘായുസ് വേണോ, നിങ്ങളെ ജോലിയിലും ബിസിനസ്സിലും സമ്പത്തിലും ബറക്കത്ത് വേണോ, കുടുംബബന്ധം പുലർത്തണം. ബന്ധങ്ങൾ മുറിച്ചു മാറ്റുന്നവർക്കെതിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടുത്ത നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. നിങ്ങൾ പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിൽ പോലും പ്രവേശിക്കൂല. ആരെ കുറിച്ചാ പറഞ്ഞത്? ഖാതിഉർ റഹം, കുടുംബബന്ധം മുറിക്കുന്നവൻ അവന് സ്വർഗ്ഗത്തിൽ കടക്കുകയില്ല, സ്വർഗ്ഗത്തിന്റെ മണം പോലും ലഭിക്കുകയില്ല. അത്രയും വലിയ ബന്ധമാണ് കുടുംബബന്ധം. ഉമ്മയുടെ കുടുംബവും വാപ്പയുടെ കുടുംബ ബന്ധവും നമ്മുടെ ഭാര്യയുടെ കുടുംബവും എല്ലാം നമ്മുടെ കുടുംബ ബന്ധങ്ങളാണ്. അവരരികിൽ പോയി ഇനി ദിവസം പോകാൻ കഴിയില്ലെങ്കിലും ആഴ്ചയിൽ കഴിയില്ലെങ്കിലും പ്രധാനപ്പെട്ട ദിവസങ്ങളിലെങ്കിലും കുടുംബങ്ങളെ പോയി സന്ദർശിച്ച് കുടുംബബന്ധം പുലർത്താൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. പെരുന്നാളുകളൊക്കെ വരുമ്പോൾ കുടുംബങ്ങളിൽ പോയി ആ ബന്ധങ്ങൾ നമ്മൾ ദൃഢപ്പെടുത്തേണ്ടതുണ്ട്. വലിയ പ്രതിഫലം കുടുംബബന്ധം ചേർക്കുന്നവർക്കുണ്ടെന്ന് പരിശുദ്ധമായ ഖുർആനും ഹദീസും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളോട് അടുപ്പം കാണിക്കുന്നവരോട് മാത്രമല്ല, നമ്മളോട് വിട്ടുനിൽക്കുന്നവരോടും നമ്മൾ കുടുംബബന്ധം പുലർത്തേണ്ടതുണ്ട്. അങ്ങനെ കുടുംബബന്ധം പുലർത്തി വലിയ ബറക്കത്തുള്ള കുടുംബങ്ങളായി നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷം കൈവരിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല നമ്മുടെ കുടുംബ ബന്ധങ്ങളിലൊക്കെ വലിയ സന്തോഷവും ബറക്കത്തും അല്ലാഹു നൽകുമാറാവട്ടെ.